ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ മുളകിട്ടതാണ്. ഈ വീഡിയോ ഞാൻ മനിലയിൽ നിന്നാണ് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇവിടുത്തെ ഇലക്ട്രിക് അടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കും. ഇവിടെ മീന് നല്ല സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. നല്ല നല്ല മീന് ഇവിടെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മീൻ മുളകിട്ടത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാനിവിടെ മീൻ കഴുകി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ വേണം ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. ഇവിടെ എല്ലാം ഇലക്ട്രിക് സ്റ്റൗ ആണ്. അതുകൊണ്ട് കുക്കിങ്ങിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. നമ്മൾ ഗ്യാസിലുള്ള പോലെ വളരെ പെട്ടെന്നൊന്നും കുക്ക് ചെയ്ത് മാറാൻ പറ്റത്തില്ല. ഇതിവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന പൊടികളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ചില്ലി പൗഡർ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് വെക്കാം. തണുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഇതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളം കൂടി പോരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കട്ടിക്ക് വേണം അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കണം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊരു 2 മിനിറ്റ് ഇളക്കിയ ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി ഇവിടെ തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. കാരണം ഇവിടെ ഞാൻ നോക്കിയിട്ട് കറിവേപ്പിലയൊന്നും കിട്ടാനില്ല. ബാക്കി എല്ലാ ലീവ്സും ഉണ്ട്, കറിവേപ്പില ഇവിടെ ഇല്ല. അതാണ് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ കറിവേപ്പിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്തിട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിവിടെ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറി ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. മീൻ മുളകിട്ടത് ഇവിടെ തയ്യാറായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.